അഗ്രേ പശ്യാമി തേജോ നിബിഡതരകളായാവലീലോഭനീയം പീയൂഷാപ്ലാവിതോഹം തദനു തതുതരേ ദിവ്യകൈശോരവേഷം താരുണ്യാരംഭരമ്യം പരമസുഖരസാസ്വദ്യരോമഞ്ജിതംഗൈ രാവീദം നാരദാദ്യൈ വിലസതുപനിഷസുന്ദരീ മണ്ഡലേശ്ച. ഹരേ ശ്രീ ഗുരുഭ്യോ നമഃ. ശരണമയ്യപ്പ. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ. നമഃ പാർവതീപദേ. ഹര ഹര മഹാദേവ. സ്വാമി ശരണമയ്യപ്പ. സീതാപതി ശ്രീരാമചന്ദ്രകീ ജയ്. പവനസുത ഹനുമാനുകീ ജയ്. ഹർ ഹർ മഹാദേവ. ഹർ ഹർ മഹാദേവ. ശരണമയ്യപ്പ. ഹരേ. എല്ലാ പ്രിയപ്പെട്ട കുടുംബാംഗങ്ങൾക്കും നമസ്കാരം. ശ്രീ ഗുരുഭ്യോ നമഃ. ശരണമയ്യപ്പ. ഈ ന്യൂജന് പുതിയ തലമുറ പറയുന്നത് പോലെയാണ് കാര്യങ്ങൾ. കാരണം എൻ്റെ ഗുരുവായ സ്വാമി സത്യാനന്ദ സരസ്വതി തിരുവടികൾ, അദ്ദേഹത്തിൻ്റെ സദ്ഗുരുവാണ് സ്വാമി ചിന്മയാനന്ദ മഹാരാജ്. അദ്ദേഹം പറയും ക്യാച്ച് ദം യങ് ആൻഡ് ടീച്ച് ദം. അപ്പോൾ ന്യൂജന്നുകൾ പറയും ജീവിതം അടിപൊളിയായി കൊണ്ട് നടക്കണമെന്ന്. എനിക്കും പറയാനുള്ളത് ജീവിതം അടിപൊളിയായി കൊണ്ട് നടക്കണം. അതിന് ബാഹ്യ ആഭ്യന്തര സമൃദ്ധോ. ന്യൂജന് പുതിയ തലമുറ ബാഹ്യമായിട്ടുള്ള സമൃദ്ധിയുടെ പിറകെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. നല്ല പ്രൊഫഷണലുകളാണ്, മിട്ടുമിട്ടുക്കന്മാരാണ്. നമ്മൾ അതുക്കും മുകളിൽ ഒരു ഇന്നർ എൻജിനീയറിങ് നടത്തി അകത്ത് അതുപോലെ സമ്പന്നമാകണം. ഇല്ല എങ്കിൽ നമ്മുടെ ജീവിതം ഇപ്പോഴനുഭവിക്കുന്ന ദുരിതസാഗരത്തിൽ നിന്നും ദുരിതസാഗരത്തിൽ നിന്നും നമുക്ക് മോചനം ലഭിക്കില്ല. അതിന് വേദങ്ങൾ പറയും ഗൃഹാന്തകൂപം എന്ന് പറയും. ജ്ഞാന തൃപ്താത്മാ കൂടസ്ഥോക്ഷരമുച്യതേ. പൂർണ്ണ പുണ്യാവതാരമിടത്തിലെ കൃഷ്ണൻ ഭഗവത്ഗീതയിൽ പറയും വിജ്ഞാന തൃപ്താത്മാ. നമ്മളെ മക്കളെ ഇപ്പോഴവർ പഠിപ്പിക്കുന്ന എല്ലാ പ്രൊഫഷണൽ സബ്ജക്റ്റുകളും അവരെന്തൊക്കെ പഠിക്കുന്നുണ്ടോ, അൾട്രാ മോഡേൺ ടെക്നോളജിയും അൾട്രാ മോഡേൺ സയൻസും അതൊക്കെ പഠിക്കണം. വേണ്ടാന്നൊന്നും ഞാൻ പറയുന്നില്ല. എൻ്റെ മകനെ ഞാൻ എഞ്ചിനീയറിങ്ങിനെ പഠിപ്പിക്കുന്നത്, എൻ്റെ മകൾ ഡോക്ടറാണ്. പക്ഷേ അവർക്കൊരു ഇന്നർ എൻജിനീയറിംഗ് ആയി നമ്മൾ അവരെ പഠിപ്പിക്കണം. അതിന് ഏറ്റവും നല്ല ഒരു ധർമ്മശാസ്ത്രമാണ് നമ്മൾ ഹിന്ദുക്കളുടെ മലയാളികളുടെ സ്വകാര്യ അഹങ്കാരമായ നാരായണീയം. ഗുരുവായൂരപ്പ ഭജനത്തിന് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു നല്ല ശാസ്ത്രീയ ഗ്രന്ഥമാണ് നാരായണീയം. കാരണം നാരായണീയം ഭട്ടതിരിപ്പാട് എഴുതിയത് എന്തിനാണെന്ന് അറിയാലോ. മത്സ്യം തൊട്ട് കൂട്ടാൻ തുഞ്ചത്തെഴുത്തച്ഛൻ പറഞ്ഞതാണല്ലോ. അദ്ദേഹത്തിന് വാദവ്യാധിയായിരുന്നു. അപ്പോൾ സംസാരമാകുന്ന സോഷ്യൽ മീഡിയകളാകുന്ന നമ്മൾ സമൂഹത്തിൽ അസോസിയേറ്റ് ചെയ്യുന്നത് എന്താണ്? അതാണ് സംസാരം. സമ്യക് ചരതി
ഇതി സംസാരഃ. അതാണ് വാതരോഗം. നമ്മൾ ജീവിതത്തിൽ അനുഭവിക്കുന്നത് ആ വാതരോഗ ശമനത്തിനായി. ശ്രദ്ധിക്കണം, വാതരോഗ ശമനത്തിനായി വാതാലയേശനെ ഭജിച്ചു. ഇവിടെ ശ്രദ്ധിക്കണം, പ്രാർത്ഥനയല്ല. പ്രാർത്ഥന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും അർത്ഥം എന്താണെന്നറിയോ? ഇംഗ്ലീഷിൽ ബെഗ്ഗിങ്. പിന്നെ കറക്റ്റ് മീനിങ് എന്താണെന്നറിയോ? മെമ്മോറാണ്ടം. നമ്മൾ മന്ത്രിക്കും പ്രധാനമന്ത്രിക്കൊക്കെ മെമ്മോ കൊടുക്കൂലേ? ഒരു നാട്ടിൽ എഴുതി വെച്ച ഈ നാട്ടിൽ എനിക്ക് ഇന്ന അസൗകര്യങ്ങളുണ്ട്, അതൊക്കെ തീർത്തു തരണമെന്ന്. അതാണ് പ്രാർത്ഥന. ഇവിടെ അതല്ല. ഇവിടെ വാതരോഗ ശമനത്തിന് വാതാലയേശ ഭജനം. ഇങ്ങനെ ഭജനത്തിനകത്ത് നാരായണത്തിൽ പറയുന്നുണ്ട്, അനന്തരൂപ അനന്തഭൂമ മമരോഗരാശിം നിരുന്ധി വാതാലയ വാസവിഷ്ണു. വാതാലയേശനായിരിക്കുന്ന പൊന്നുഗുരുവായൂരപ്പനാവുന്ന ആ മഹാവിഷ്ണു, ആ ഉണ്ണിക്കണ്ണൻ സകലമാന രോഗങ്ങളും, അത് വാദത്തിൽ തുടങ്ങി അൾട്രാ മോഡേൺ സയൻസ് പറയുന്ന എന്തൊക്കെ രോഗങ്ങളുണ്ടോ ആ രോഗവും പിന്നെ മനോരോഗവും, അതാണ് അനന്തഭൂമ മമരോഗ രാശിം. രാശി എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം കൂട്ടങ്ങളാണ്. ഈ എല്ലാ രോഗങ്ങളും മാറാൻ എന്ത് വേണമെന്ന് പറഞ്ഞാൽ വാതാലയേശ ഭജനം. വാതാലയേശ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രാണവായു എന്നുള്ളതാണ് അർത്ഥം. വാദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാറ്റ് എന്നുള്ളതാണ് അർത്ഥം. കാറ്റിനെ ഈശ്വരനാക്കിയിട്ടുള്ള, കാറ്റിനെ വാഹനമാക്കിയിട്ടുള്ള മഹാവിഷ്ണുവിൻ്റെ വാഹനം ഏതാണ്? ഗരുഡൻ. കറക്റ്റാണ് മറുപടി പറഞ്ഞത്. പക്ഷേ ശ്രദ്ധിക്കണം, പഴയ ബെൻസ് മാറ്റി പുള്ളിക്കാരൻ ഇപ്പോൾ ഒരു പുതിയ വണ്ടി മേടിച്ചിട്ടുണ്ട്. ഒരു എ ക്ലാസ് ന്യൂജന് സി ക്ലാസ് ബാറ്ററിയുടെ ബെൻസ് മേടിച്ചിട്ടുണ്ട്. അതറിഞ്ഞില്ലല്ലോ തിരുമേനി എന്നാ മനസ്സിലാക്കുക. പുള്ളിക്കാരൻ പഴയ വണ്ടി മഹാവിഷ്ണുവിനെ മാറ്റി പുതിയൊരു വണ്ടി എടുത്തിട്ടുണ്ട്. സ്കന്ദധരോധുര്യോ വരദോ വായുവാഹന. വിഷ്ണു സഹസ്രനാമത്തിൽ പറയുന്നുണ്ട്, വരദോ വായുവാഹനൻ. വായുവായ വാഹനമായിട്ടാണ് മഹാവിഷ്ണു ഗുരുവായൂരപ്പൻ ആയി നിൽക്കുന്നത്. എന്താ കാരണം എന്ന് അറിയാമോ? ഏത് സമയത്തും വിളിച്ചാൽ ഇതാകുമ്പോൾ കുറച്ച് താമസിക്കും. ഏതാകുമ്പോൾ ഗരുഡനാകുമ്പോൾ. അപ്പോൾ വായു ആകുമ്പോൾ പെട്ടെന്ന് പറന്നു വരും. ഇത്രയേ ഉള്ളൂ, എൻ്റെ പ്രാണവായുവാണ് ഗുരുവായൂരപ്പൻ എന്നുള്ളതാണ് ആ വാതാലയേശ ഭജനം കൊണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ശ്രദ്ധിക്കണം, നരന് നാരായണനിലേക്കുയരാനുള്ള നാരായണ ഭട്ടതിരിപ്പാടിൻ്റെ മോക്ഷമാർഗമാണ് നാരായണീയം. മനസ്സിലായില്ല അല്ലേ? നരന് നാരായണനിലേക്കുയരാനുള്ള നാരായണ ഭട്ടതിരിപ്പാടിൻ്റെ മോക്ഷമാർഗമാണ് എന്ത്? നാരായണീയം. ഈ നരൻ എന്ന് പറയുന്നത് താങ്കളും ഞാനും താങ്കളുടെ ഭർത്താവും താങ്കളുടെ മക്കളും ആണ് നരൻ. ഓക്കെ, നരന് നാരായണനിലേക്ക് ഉയരം, ഗുരുവായൂരപ്പനിലേക്ക് നമ്മൾ ഉയരണം. അതിന് നമ്മളിപ്പം വഴിമുട്ടി നിൽക്കുകയാണ്, ഒന്നുമില്ലാണ്ട്. ഇതിന് വഴിമുട്ടി നിൽക്കുന്ന നമ്മൾക്ക് നരന് നാരായണിലേക്ക് ഉയരാൻ നാരായണ ഭട്ടതിരിപ്പാട്, മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാട് കണ്ടുപിടിച്ച മോക്ഷമാർഗം. മോക്ഷമാർഗം, മോക്ഷം എന്ന് വെച്ചാൽ മോഹക്ഷയതി ഇതി മോക്ഷം. ദുർമോഹങ്ങൾ ക്ഷയിക്കലാണ് മോക്ഷം. അതാണ് നാരായണീയം. അപ്പോൾ ശ്രദ്ധിക്കണം, അതെന്താണ് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കേണ്ടത്. നേരത്തെ പറഞ്ഞ വിഷ്ണു സഹസ്രനാമത്തിലേക്ക് വരാം. ജന്മർ നാരായണോ നരാ. വിഷ്ണു സഹസ്രനാമത്തിലെ ഭീഷ്മ പിതാമഹർ ശ്രീകൃഷ്ണനെ സാക്ഷി നിർത്തിക്കൊണ്ട് പാണ്ഡവരോട് പറഞ്ഞതാണ് വിഷ്ണു സഹസ്രനാമം. ശരശയ്യയിൽ കിടന്നുകൊണ്ടാണ്. ഇവിടെ ജന്മർ നാരായണ നര. ജന്മർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓപ്പർച്യൂണിറ്റി, ഒരു അവസരം, ഒരു പരിണാമം, ഒരു പരിവർത്തനം. എന്ത്? നരന് നാരായണനായി ഉയരാനാണ്. സത്കർത്ത സാധുർജന്വർ നാരായണോ നരാ. ഇങ്ങനെ നമുക്ക് ഉയരാനും വളരാനുമാണ് നാരായണീയം മേൽപ്പത്തൂർ ഭട്ടതിരിപ്പാട് എഴുതിയത്. ആ നാരായണീയത്തിൽ ശ്രദ്ധിക്കണം,
ഗുരുവായൂരപ്പൻ എഴുതിയ കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് ഞാൻ തുടക്കത്തിൽ ചൊല്ലിയത്. ദശകം 100 എത്ര 100-ൽ 1-ാമത്തെ ശ്ലോകമാണ്. അവസാനം പറയുന്നതാണ് എന്ത്? അഗ്രേ പശ്യാമി തേജോ. പശ്യാമി, ഞാൻ കണ്ടു 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 കണ്ടു. ഇത് ശ്രീലകത്തിൻ്റെ മുന്നിൽ മണ്ഡപത്തിൽ ഇരുന്നുകൊണ്ട് നാരായണി എഴുതിയിട്ടാകുമ്പോൾ 100-ാമത്തെ ദശകാകുമ്പോഴത്തേക്ക് അവിടെ സ്റ്റേറ്റ്മെൻറ്റ് ലോകത്തിനോട്, മാനവരാശിയോട് ഭട്ടതിരിപ്പാട് പറയുന്നത് അഗ്രേ, എൻ്റെ കണ്ണിൻ്റെ അഗ്രത്തിൽ, ഞാൻ കാണുന്ന അഗ്രത്തിൽ ആരെ കണ്ടു? പശ്യാമി തേജോ, അതിബൃഹത്തായ ഒരു തേജസ്സിനെ കണ്ടു. പക്ഷെ അതങ്ങനെ കാണണമെന്നുണ്ടെങ്കിൽ എന്ത് വേണമെന്നറിയോ? സുന്ദരിമാരുടെ ഇടയിലാണ് കൃഷ്ണനെ കാണുന്നത്. എവിടെ? സുന്ദരിമാരുടെ. എന്ത് സുന്ദരിമാര്? ശ്രദ്ധിക്കൂ. ഉപനിഷത് സുന്ദരി മണ്ഡലൈശ്ച, ഉപനിഷത്തുക്കളാകുന്ന സുന്ദരിമാര്. ഇത്രയേ ഉള്ളൂ ഭട്ടതിരിപ്പാട് പറയുന്നത്. ഇങ്ങോട്ട് വാ, ആ ഉപനിഷത്തുക്കൾ പഠിച്ചിട്ട് ഇങ്ങോട്ട് വാ, എന്നിട്ട് നാരായണീയം പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഭഗവാനെ അനുഭവിച്ചറിയാം. ഇനി നമുക്ക് 1-ാമത്തെ ദശകത്തിലെ 2-ാമത്തെ ശ്ലോകം ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു ഇതുണ്ട്. നമ്മൾ കുട്ടികളൊക്കെ ഇത് പഠിപ്പിക്കണം. കുട്ടികൾക്കൊക്കെ വളരെ എനർജറ്റിക്കലായിട്ടുള്ള ഒരു നല്ലൊരു മന്ത്രമാണ് ഈ ഭട്ടതിരിപ്പാട് നാരായണീയത്തിൽ 1-ാമത്തെ ദശകത്തിലെ 2-ാമത്തെ ഏവം ദുർലഭ്യവസ്തുന്യപി സുലഭതയാ ഹസ്തലബ്ധേ യദന്യത് തന്വാ വാചാ ധിയാവാ ഭജതി ബദജന ക്ഷുദ്രദൈ വസ്ഫുടേയം ഏതേ താവദ്വയന്തു സ്ഥിരതര മനസാ വിശ്വപീഠാപഹത്യൈ നിശേഷാത്മാനമേനം ഗുരുപവനപുരാധീശ മേവാശ്രയാമി. ഏവം എല്ലാവർക്കും അറിയാം അതിൻ്റെ അർത്ഥം. ഏവം എന്ന് പറഞ്ഞാൽ ഇപ്രകാരം. എന്താണ് ഈ ഇപ്രകാരം എന്നറിയാവോ? നീ ജനിച്ച നിമിഷം മുതൽ ഈ നിമിഷം വരെ നിൻ്റെ ജീവിതം. ഭട്ടതിരിപ്പാട് ഏവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അതിൻ്റെ അർത്ഥം? ഏവം ദുർലഭ്യം, നിനക്ക് ജനിച്ച നിമിഷം മുതൽ ഈ നിമിഷം വരെ. ഏവം ദുർലഭ്യ വസ്തു, ദുർലഭ്യമായിട്ട് അനുഭവിച്ചത് എന്തൊക്കെ? ഭട്ടതിരിപ്പാട് നമ്മളോട് ചോദിക്കുകയാണിത്. നല്ലൊരു ചോദ്യമാണ്. നീ ജനിച്ച നിമിഷം മുതൽ ഈ നിമിഷം വരെ നിനക്ക് ഇൻസഫിഷ്യൻ്റ് ആയത് എന്താണ്? ഈ ബാങ്കിലൊക്കെ നമ്മൾ ചെക്ക് ബൗൺസ് ആയി കഴിഞ്ഞാൽ അവരെഴുതും ഇൻസഫിഷ്യൻറ്റ് ഫണ്ട് എന്ന്. ഇതാണ് ഭട്ടതിരിപ്പാട് ചോദിക്കുന്നത്. ഏവം ദുർലഭ്യ വസ്തു, നിനക്ക് നിൻ്റെ ജീവിതത്തിൽ ഈ നിമിഷം വരെ എന്തൊക്കെയാണ് ദുർലഭമായിട്ടുള്ളത്? വളരെ വ്യക്തമാണ് ആൻസർ. സമ്പത്ത് തന്നെ, ഇൻസഫിഷ്യൻറ്റ് ഫണ്ട് തന്നെ. പിന്നെ പണ്ടൊക്കെ എന്നെ പറയായിരുന്നു ഒട്ടുക്കത്തെ ഗ്ലാമറാണ് മണികണ്ഠ നിന്നേന്ന്. അപ്പോൾ സൗന്ദര്യം ഇപ്പം വളരെ ദുർലഭമുണ്ട് അതിനകത്ത്. സമ്പത്ത്, പിന്നെ വിദ്യ. എനിക്കിപ്പോൾ പഴയതുപോലെ ഒന്നും പഠിക്കാൻ പറ്റില്ല. കാരണം ബ്രെയിനകത്ത് ഒരുപാട് കാര്യങ്ങൾ കയറി. എൻ്റെ മുത്തശ്ശൻ എന്നെ വേദം പഠിപ്പിക്കുന്ന സമയത്ത് അസലായിട്ട് ഞാൻ പഠിക്കുമായിരുന്നു. ഇപ്പം എൻ്റെ ഗുരു പറയുമ്പോൾ തിരുമേനി പഠിക്കാൻ ഇത്തിരി പുറകോട്ടാണല്ലോ പറയും. അപ്പോൾ എന്താണ്, ഇപ്പം എന്താ വിദ്യക്കും കുറച്ച് പുറകിലോട്ട് പോയി. പിന്നെ ആഹാരം, എത്ര ആഹാരം കിട്ടിക്കഴിഞ്ഞാൽ അന്നേരം മതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ പറയും വേണമെന്ന് പറയും. അപ്പോൾ ശ്രദ്ധിക്കണം, ലൗകിക സുഖങ്ങളെല്ലാം നമുക്ക് ദുർലഭ്യ വസ്തുവാണ്. പിന്നെ നമ്മളെല്ലാവർക്കും ഇപ്പം ഒരു വളരെ റെയറായിട്ട് കിട്ടുന്ന ഒരു സബ്ജക്റ്റാണ് മേ പ്രിയോസിമേ. മേ പ്രിയോസിമേ. ഭഗവത്ഗീത എന്ന ധർമ്മശാസ്ത്രം പൂർണ്ണാവതാരം എടുത്തിട്ട് കൃഷ്ണൻ നമ്മളോട് പറയുന്നത് ഈ ഒറ്റ വാക്കിൻ്റെ ഡെഫിനിഷനാണ് 700 ശ്ലോകങ്ങൾ. മേ പ്രിയോസിമേ, ഐ ലവ് യു. അപ്പോൾ നമ്മൾ സമൂഹത്തിൽ വളരെ ദുർലഭമായി കാണുന്നതാണ് ഈ ലവ്. ഈ ലവിൻ്റെ ദൗർലഭ്യം അച്ഛനിൽ നിന്നും അമ്മയിൽ നിന്നും മക്കൾക്ക് കിട്ടുന്നത് കുറയുമ്പോഴാണ് മക്കൾ മദ്യവും മയക്കുമരുന്നും ലവ് ജിഹാദിൻ്റെയും പുറകെ പോകുന്നത്. ഭാര്യയുടെ കയ്യിൽ നിന്നും ഭർത്താവിന് ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള സ്നേഹവും അത് ലൈംഗിക തൃപ്തിയായിരിക്കും ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. അങ്ങ് ഈ തൃപ്തി ലഭിക്കാത്തത് കാരണമാണ് ഇവർ മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും പിറകെ ബിവറേജ് കോർപ്പറേഷനിൽ ഇവർ ക്യൂ നിൽക്കുന്നത്. അപ്പോൾ ഈ
ലവ് വളരെ ദുർലഭമാണ്. അതിന് ഈ വളരെ രസമായിട്ടുള്ള ഇത് മനസ്സിലാവുകയും ചെയ്യും. അർത്ഥമെത്ര വളരെയുണ്ടായാലും തൃപ്തിയാകാ മനസ്സിനൊരു കാലം. അർത്ഥമെത്ര വളരെയുണ്ടായാലും തൃപ്തിയാകാ മനസ്സിനൊരു കാലം. 10 കിട്ടുകിൽ 100 മതിയെന്നും ശതമാകിൽ സഹസ്രം മതിയെന്നും 1000 പണം കയ്യിലുണ്ടാകുമ്പോൾ ആയുധമാകിൽ ആശ്ചര്യമെന്നതും ആശയായുള്ള പാശാമതിങ്കെന്നും വേർപെടാതെ കരേറുന്നു മേൽക്കുമേൽ. ഇങ്ങനെ അങ്ങോട്ട് പോവുകയാണത്. ഞാനിത് 5ാം ക്ലാസ് പഠിച്ചതാണ്. 2 മാർക്ക് കിട്ടി ഇത് എഴുതിയതിന്, വേറെ ഒരു മണ്ണാങ്കട്ടിയും കിട്ടിയില്ല. പക്ഷേ ഇപ്പം അതിൻ്റെ അർത്ഥം എനിക്ക് മനസ്സിലായി. എന്ത്? ഏവം ദുർലഭ്യവസ്തു. ഇത് എത്ര കിട്ടിയാലും പോരാന്ന് തൂമ്പയെ പോലെ എത്ര കൊത്തിയാലും അധികം മണ്ണ് പോരാന്ന് പറയും. അത് നമുക്ക് മൂഢജനീഹിതനാഗമ തൃഷ്ണ കുരു സദ്ബുദ്ധിം മനസി വിതൃഷ്ണ. എത്ര കിട്ടിയാലും നമുക്ക് മതിയാവില്ല. അപ്പം ഈ ദുർലഭ്യ വസ്തുവായിട്ടുള്ള ഇവയൊക്കെ നമുക്കൊരിക്കലും സംതൃപ്തിയില്ല, സന്തോഷവുമില്ല. എത്ര കിട്ടിയാലും ഇത് വളരെ ദുർലഭമായിട്ട് തോന്നുന്നു. ഇവിടെയാണ് ഭട്ടതിരിപ്പാട് ഗുരുവായൂരപ്പൻ്റെ മുന്നിൽ ഇരുന്നു കൊണ്ട് പറയുന്നു, ഏവം ദുർലഭ്യവസ്തുന്യപി സുലഭതയാ ഹസ്തലബ്ധേ യദന്യത്. നിന്റെ കയ്യിലാണുള്ളത്, യദന്യത് പുറത്തല്ല. എന്താ സ്റ്റേറ്റ്മെന്റ്? ഭട്ടതിരിപ്പാടാണ്, ഗുരുവായൂരപ്പനാണ് പറയുന്നത്. ഗുരുവായൂരപ്പൻ്റെ മുന്നിൽ ഇരുന്നിട്ട് ഭട്ടതിരിപ്പാട് എഴുതുകയുന്നത്. ഭട്ടതിരിപ്പാട് എഴുതിയേ ഉള്ളൂ, ഗുരുവായൂരപ്പനാ പറയുന്നത്. എന്ത്? ഏവം ദുർലഭ്യവസ്തുന്യപി സുലഭതയാ, വളരെ സുലഭമാണിത്. ഹസ്തലബ്ധേ, നിന്റെ കയ്യിലാണുള്ളത്. യദന്യത് പുറത്തല്ല. യസ് സുഖാന്തരോ രാമ അന്തർജ്യോതിരേവച സ യോഗി ബ്രഹ്മനിർവാണം ബ്രഹ്മഭൂയ അധിഗച്ഛതി. യസ് സുഖാന്തരോ രാമ, സുഖം ഉള്ളിലാണ്. ഈ ഉള്ളിലുള്ളത് കണ്ടുപിടിക്ക്. സുലഭതയാ ഹസ്തലബ്ധേ യദന്യത്, വളരെ സുലഭതയാ. ഇതിന് വേദങ്ങൾ പറയും ഹൃദി ഹൃദി ദൃഷ്ടതി. എന്താണ് പറയാ? ഹൃദി ഹൃദി ദൃഷ്ടതി. ഹൃദയത്തിൽ കാണണം, ഹൃദയത്തിൽ ഹൃദിസ്ഥമാക്കണം. നാരായണീയം ഹൃദയത്തിൽ ഹൃദിസ്ഥമാക്കിയാൽ ഹൃദി ഹൃദി ദൃഷ്ടതി, ഹൃദയത്തിൽ ഗുരുവായൂരപ്പനെ തെളിഞ്ഞു കാണാം. ഈശ്വര സർവഭൂതേഷു ചൊല്ലു ഹൃദ്ദേശർജുന തിഷ്ഠതി. ഈ ഹൃദയത്തിലാണ് അർജുന ഞാനുള്ളത്. സർവ ജീവജാലങ്ങളുടെയും ഹൃദയത്തിലാണ്. എൻ്റെ ഗുരുവായൂർ ശ്രീലകം എന്ന് ഗുരുവായൂരപ്പൻ പൂർണ്ണ പുണ്യാവതാരമെടുത്തിട്ട് ഭഗവത്ഗീതയിൽ റിട്ടേണായിട്ട് അറിഞ്ഞു. അതെന്തിനാണെന്നറിയാവോ? പാൽപ്പായസമൊക്കെ അനുഭവിക്കുന്നത് പോലെ, ഷോക്കടിക്കലൊക്കെ അനുഭവിക്കുന്നത് പോലെ, ഗുരുവായൂർ പാൽപ്പായസം, അമ്പലപ്പുഴ പാൽപ്പായസം, അയ്യപ്പസ്വാമീനൊക്കെ അനുഭവിക്കുന്നത് പോലെ, അരവണപ്പായസം അനുഭവിക്കുന്നത് പോലെ ഹൃദയത്തിൽ അനുഭവിക്കണം. ഏത്? സുലഭതയാ. അതിന് ഏറ്റവും എളുപ്പമാർഗം ശ്രീശങ്കര ഭഗവത്പാദർ നമ്മളെ പഠിപ്പിക്കും. വിശ്വം ദർപ്പണ വിശ്വമാന നഗരി തുല്യം ഗൃഹ തുല്യം നിജാന്തർഗ്രഹം. ഈ വിശ്വത്തെ മുഴുവൻ നമ്മൾ എന്ത് ചെയ്യണം? അകത്ത് കാണണം. നിങ്ങൾ മുഖം കണ്ണാടിയിൽ നോക്കണം. കണ്ണാടി മോശമാണ്, ഓക്കെ കണ്ണാടിയിൽ മോശമെന്ന് വെച്ചിട്ട് മുഖം മോശമായിട്ട് കണ്ണാടി തല്ലിപ്പൊളിച്ചിട്ട് കാര്യമില്ല. അപ്പോൾ കണ്ണാടിയെ ഒരിക്കലും നമ്മൾ പഴി പറയണ്ട, കുറ്റം പറയണ്ട. ഇതുപോലെ വിശ്വം ദർപ്പണ വിശ്വമാന നഗരി തുല്യം നിജ അന്തർഗതം. ഉള്ളിൽ നമ്മൾ ഈ വിശ്വത്തെ കാണുന്നതാണെന്നുണ്ടെങ്കിൽ ഉള്ളിൽ ആ സുഖത്തെ അനുഭവിക്കും. ഒരിക്കലും ഒരാളും കണ്ണാടീനെ കുറ്റം പറഞ്ഞിട്ടില്ല. പിന്നെ മേക്കപ്പ് എന്ത് ചെയ്യണം? മുഖത്ത് നമ്മൾ മേക്കപ്പ് ചെയ്യണം. മുഖം മോശമായിട്ട് കണ്ണാടി പൊളിച്ചിട്ട് കാര്യമില്ല എന്ന് എൻ്റെ അമ്മ എപ്പോഴും എന്നോട് പറയും.
അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ജീവിതത്തിൽ ഒന്ന് പരിശോധന ചെയ്യണം. വെരി ഗുഡ്, താങ്ക് യു. നമ്മൾ എന്ത് ചെയ്യണം? ഉള്ളിൽ ഒരു പരിവർത്തനം വരണം. അപ്പോൾ സുലഭതയ ഉള്ളിലാണ് ഓൾ കംപ്ലീറ്റ് നമ്മൾ പരിവർത്തനം വരുത്തണം. ആത്മാ സുലഭതയ എന്താണ്? ആത്മാ. അപ്പോൾ പരമേശനും പരമാത്മാവും ജീവാത്മാവും, പരമേശനും ജീവേശനും. ഈ ജീവേശനാണ് എന്ത്? ഗുരുവായൂരപ്പൻ. എത്ര കാലം ജീവിച്ചിരിക്കുന്നു എന്നല്ല, മറിച്ച് എത്ര സംതൃപ്തിയോടും സന്തോഷത്തോടും കൂടി ജീവിക്കുന്നു എന്നുള്ളതാണ്. എത്ര പൂർണ്ണ ആരോഗ്യത്തോടു കൂടി ജീവിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഇവിടെ ഭട്ടതിരിപ്പാട് നാരായണീയം എഴുതി അദ്ദേഹത്തിന് വാതരോഗം വരാനാണ് അല്ലേ. ഹിന്ദുക്കളാണെന്നുണ്ടെങ്കിൽ ഈ ചത്ത ശവത്തെ കുഴിച്ചിടുക വേണ്ടത്, അതിനെ പുഴുങ്ങി വയറ്റിലേക്ക് കഴിക്കരുത്. ശവം തിന്നുന്ന ആൾക്കാരൊന്നും ഹിന്ദുക്കളല്ല. ശ്രീനാരായണ ഗുരുദേവൻ, നാരായണൻ ഗുരുദേവനായിട്ട് അവതരിച്ചത്, ശ്രീനാരായണ ഗുരുവായിട്ട് അവതരിച്ചത് കൊല്ലാവ്രതം ഉത്തമമാം അതിലും ഈ ശവം തിന്നാവ്രതമത്രേ അത്യുത്തമം എന്ന് പറയാവുന്നതാണ്. അപ്പോൾ ഹിന്ദു എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്യൂർ വെജാണ്. കാരണം മറ്റൊന്നുമല്ല, ആ ചത്ത ശവം നമ്മളെ വയറ്റിനകത്തോട്ട് ഇടേണ്ട ഇത് സെമിത്തേരി അല്ല. ബർണാഷ പറഞ്ഞ പോലെ ഈ ഹിന്ദു, അപ്പോൾ ബ്രാഹ്മണാണെന്നുണ്ടെങ്കിൽ, ഹിന്ദു ആണെന്നുണ്ടെങ്കിൽ, വെജ് ആണെന്നുണ്ടെങ്കിൽ വാദത്തിൻ്റെ അസുഖം വരും. അതിന് നല്ലൊരു മരുന്നാണ് നാരായണീയം. അപ്പം നാരായണീയം മനസ്സിൻ്റെ ആരോഗ്യത്തിനാണെങ്കിൽ, ശരീരത്തിന് വാദം വരുന്നത് ഒമേഗയുടെ അപര്യാപ്തതയാണ്. ഹാർട്ടിന് അസുഖം വരുന്നത് ഒമേഗയുടെയാണ്. അപ്പോൾ ഒമേഗ ഏറ്റവും കൂടുതലുള്ളത് ഫ്ലാക്സീഡാണ്. അപ്പോൾ ഫ്ലാക്സീഡ് തിന്നാൽ മതി. ശരീരത്തിന് വാദം വരില്ല, ഈ ജോയിൻറ്റ് പെയിൻ വരില്ല, നടുവേദന വരില്ല, നട്ടെല്ല് വേദന വരില്ല, മുട്ടുകാല് വേദന ഒരിക്കലും വരില്ല. കാരണം ഈ ജോയിൻറ്റിൽ ഉള്ള ലൂബ്രിക്കൻ്റാണ് ഒമേഗ. ഈ ഒമേഗ കിട്ടേണ്ടത് ഫ്ലാക്സീഡ് നിലവിലെ കിട്ടും. FLAX ഫ്ലാക്സ് സീഡ്, SWD സീഡ് വിത്ത്. അപ്പോൾ പ്യൂർ വെജ് ആയിരിക്കണം എന്നാണ് ഗുരുവായൂരപ്പൻ. കാരണം ഗുരുവായൂരപ്പൻ്റെ വേറൊരു പേരെന്താണ്? ഗോപാലൻ. എന്താണ്? ഗോപാലൻ. ഗോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പശു. പശു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 കാലും 1 വാലും 4 മുലയും ഉള്ള 2 കൊമ്പുള്ള ആ ജീവി. അതിനെ പാലിക്കുന്നവരാണ് ഗോപാലൻ. അപ്പോൾ അപ്രാപ്യസ്യ പ്രാപ്യഃ, അപ്രാപ്യമായത് എന്തും നിനക്ക് അച്ചീവ് ചെയ്യാം. സുലഭതയാ ഹസ്തലബ്ധേയതന്യത്, അപ്രാപ്യമായതിനെ പ്രാപ്യമാക്കാൻ എന്ത് ചെയ്യണം? ശ്രദ്ധിക്കൂ, ഇമ്പോസിബിളിനെ പോസിബിളാക്കണം. അപ്പൊ ഇമ്പോസിബിളിന്റെ ഉള്ളിലാണ് എന്തുള്ളത്? പോസിബിൾ. അപ്പൊ പുറത്തല്ല. ഇംപോസിബിൾ, POSSIBLE. ഇമ്പോസിബിളിലാണ് പോസിബിലിറ്റി ഉള്ളത്. ആ പോസിബിലിറ്റിയെ നമ്മൾ കാണണം, അതിനെ അച്ചീവ്മെന്റ്സ് ആക്കണം. അതിനെന്ത് വേണം? തന്വാ വാചാ ധിയാ വാ ഭജതി. 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 ഇതങ്ങ് ബൈഹാർട്ട് പഠിക്കണം. തന്വാ വാചാ ധിയാ വാ ഭജതി. ഏവം ദുർലഭ്യ വസ്തുന് അധിക സുലഭത ഹസ്തലബ്ധേയതന്യത്. തന്വാ വാചാ ധിയാ വാ ഭജതി. വളരെ ഭംഗിയാണ്. ഈ അപ്രാപ്യമായത് പ്രാപ്യമാക്കാനും ഇമ്പോസിബിളായിട്ടുള്ള പോസിബിളാകാനും ജീവിതത്തിൽ എന്ത് ചെയ്യണം? തന്വാ എന്ന് പറഞ്ഞാൽ, തനു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരീരം. അപ്പോൾ ശരീരം കൊണ്ട് ഗുരുവായൂരപ്പ ഭക്തന്മാർ ഭക്തി നിറഞ്ഞു തുളുമ്പി ഗുരുവായൂർ തീർത്ഥയാത്ര നടത്തണം, അല്ലെങ്കിൽ ഗുരുവായൂരപ്പ പൂജ വീട്ടിൽ വെച്ച് നടത്തണം, അല്ലെങ്കിൽ അവിടെ പോയി ശയന പ്രദക്ഷിണം നടത്തണം. ഇതൊന്നും ചെയ്യാൻ പറ്റില്ലെങ്കിൽ തുലാഭാരം നടത്തണം. തുലാഭാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുല്യമായ നാമഭാരം. ചിലപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കും, നമുക്ക് ഇന്ന പോലെ ഇത് പറ്റിക്കഴിഞ്ഞാൽ, അത് രക്ഷപ്പെട്ട് കഴിഞ്ഞാൽ ഇന്ന പോലെ തുലാഭാരം, അത് ആ മെറ്റീരിയൽ, ആ ഭൗതികമായ സാധനം വെക്കും. സാധാരണയുള്ളവർ ഇതിൽ തുലാഭാരം എന്ന് ചോദിച്ചാൽ, ഗുരുവായൂരപ്പൻ്റെ തുലാഭാരം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നാമത്തുലാഭാരം, തുല്യ നാമഭാരം. ആ നാമഭജനം ചെയ്യേണ്ട. വാച പറഞ്ഞല്ലോ, തന്വാ വാച എന്ന് വെച്ച് കഴിഞ്ഞാൽ നാമസങ്കീർത്തനം. സങ്കീർത്തിയ നാരായണ ശബ്ദമാത്ര വിമുച്യ ദുഃഖോ
സുഖിനോ ഭവന്തു. അതങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കണം. നാരായണ 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 നാരായണ. ആ വാച വാക്കുകൊണ്ട് നാരായണ നാരായണ മന്ത്രജപം. എന്താണ് മന്ത്രജപം? അതിനാണ് മന്ത്രജാസിദ്ധി എന്ന് പറയും. എന്ത് വേദങ്ങൾ പറയും? മന്ത്രജാസിദ്ധി. നാമ മന്ത്രം ജപിക്കുമ്പോൾ ഉണ്ടാകുന്ന സിദ്ധി. ആ സിദ്ധി നമുക്കൊരു നാരായണ കവചമായി കൊണ്ട് നടക്കാം. മനഃശക്തി വർദ്ധിപ്പിക്കാം, മനോബലം വർദ്ധിപ്പിക്കാം, ഊർജം വർദ്ധിപ്പിക്കാം. അപ്പോൾ ആ മന്ത്രജ നാമം, അപ്പോൾ നാമം കൊണ്ട് ശക്തമാകുമ്പോൾ നമുക്കറിയാം ഗുരുവായൂരപ്പനെ കുറിച്ച് അതിഗംഭീരമായിട്ട് പറയുന്നത് എന്താണ്? ഭാഗവതത്തിലാണ് അല്ലേ? ഭാഗവതം അവസാനിപ്പിക്കുന്നത് എന്താണ്? 12 സ്കന്ധങ്ങളിലും 18,000 ശ്ലോകങ്ങളിലും അവസാനം പറയുന്നത് എന്താണ്? നാമസങ്കീർത്തനം യസ്യ സർവപാപപ്രണാശനം പ്രണാമോ ദുഃഖശമന സ്ഥം നമാമി ഹരിം പരം. നാം ഈ ഹരിയെ, ഗുരുവായൂരപ്പനെ, എന്താ ഗുരുവായൂരപ്പൻ്റെ പേര്? ഹരി. ഹരി എന്ന് പറഞ്ഞാൽ എന്താണ്? ദുഃഖത്തെ അരിഞ്ഞു വീഴ്ത്തുന്നവൻ. നമ്മൾ ചീരി ഇങ്ങനെ മുറിക്കാറില്ലേ? ഭാര്യ അടുക്കളയിൽ ചീരി ഇങ്ങനെ മുറിക്കാറില്ല? നമ്മൾ ഈ ചീരി ഇങ്ങനെ മുറിച്ച് മാറ്റാറില്ലേ? അതുപോലെ ദുഃഖത്തെ മുറിച്ച് അറുത്ത് മാറ്റാൻ പറ്റും. എങ്ങനെ? നാമസങ്കീർത്തനം യസ്യ. ആ നാമസങ്കീർത്തനത്തിൽ നാമ ജപ ലയ ലഹരി കൊണ്ട് നടന്നാൽ മതി. അവർക്ക് ജീവിതത്തെ അട്ടിമുട്ടി മാറ്റാൻ സാധിക്കുമെന്നുള്ളതാണ് ഭട്ടതിരിപ്പാട് ഇവിടെ നാരായണീയത്തിൽ എഴുതുന്നത് എവിടെ നിന്നാണ്? ഗുരുവായൂരിൽ നിന്നാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ബുദ്ധിയിൽ ധിയോയോ നഃ പ്രചോദയാൽ. എന്താണ് ധിയോയോ നഃ പ്രചോദയാൽ? ആര്? ഗുരുവായൂരപ്പൻ. ഇതാണ് തന്വാ വാചാധിയാ. ബുദ്ധിയിൽ ധ്യാനിക്കണം. എന്നെ എന്ത് ചെയ്യണം? ബുദ്ധിയിൽ ധ്യാനിക്കണം. ഈ ബുദ്ധിയിൽ ധ്യാനിക്കണം എന്ന് പറയുമ്പോൾ കൃത്യമായിട്ട് നിങ്ങൾക്കിത് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ പതഞ്ജലി മഹർഷിയുടെ യോഗസൂത്രത്തിനകത്തോട്ട് പോകണം. പതഞ്ജലി മഹർഷിയുടെ യോഗസൂത്രത്തിന് വേദവ്യാസ ഭഗവാൻ ഭാഷ്യം നൽകി. അതിൽ തത്ര പ്രത്യേകത നതാ ധ്യാനം. എന്താണ് ധ്യാനത്തിന് പറയുന്നത്? തത്ര പ്രത്യേകത നതാ ധ്യാനം. ധ്യാനത്തിന് 3 പാദങ്ങളാണുള്ളത്. ഒന്ന് ധ്യേയ, 2 ഒന്ന് ധ്യാതാവ്, 2 ധ്യേയ, 3 ധ്യാന. ധ്യാതാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ധ്യാനം ചെയ്യുന്ന വ്യക്തി. ധ്യേയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ധ്യാനത്തിന് ഉപയോഗിക്കുന്ന ഗുരുവായൂരപ്പൻ്റെ വിഗ്രഹം എന്നുള്ളതാണ്. ധ്യാന എന്നുള്ളത് ആ പ്രൊസീജിയറാണ്. അപ്പം ഗുരുവായൂരപ്പനെ ധ്യാനിക്കണം എന്നുള്ളതാണ് ഇവിടെ ഗുരുവായൂരപ്പൻ തന്നെ ഭട്ടതിരിപ്പാടിലൂടെ നാരായണീയത്തിൽ പറയുന്നു. വാചാ ധിയാവാ പിന്നോ ഭജതി. ഗുരുവായൂരപ്പനെ ഭജിക്കണമെന്നുള്ളതാണ് ഗുരുവായൂരപ്പൻ തന്നെ പറയുന്നത്. ശാസ്ത്ര കീർത്തനങ്ങളാണ് ഇവിടെ. പ്രാർത്ഥനയല്ല, ഇവിടെ ബെഗ്ഗിങ് അല്ല, മറിച്ച് ഗുരുവായൂരപ്പനെ ഭജിക്കാനാണ് പറയുന്നത്. ഗുരുവായൂരപ്പനെ ഭജിക്കാനാണ് ഒരു ജന്മം. ഗുരുവായൂരപ്പനെ ഭജിച്ചു കഴിഞ്ഞാൽ ഹസ്താബ്ദേ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്കെല്ലാം വന്നു ചേരും. ഗുരുവായൂരപ്പനെ ഭജിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജീവിതത്തിലെല്ലാം വന്നു ചേരും. ഇത് ഞാനല്ല പറയുന്നത് കേട്ടോ. മേപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാട് ഇവിടെ നാരായണീയത്തിൽ എഴുതി വെച്ചിരിക്കുകയാണ്. ഏവം ദുർലഭ്യവസ്തുന്യപി സുലഭതയാ ഹസ്തലബ്ധേയതന്യത് നത്വാ വാചാ ധിയാവാ ഭജതി ബദജനക്ഷുദ്രദൈവസ്ഫുടേയം ഹസ്തലബ്ധേ. നിങ്ങൾക്കിതൊക്കെ കയ്യിൽ വന്നു ചേരും. അല്ല, ഞാനൊരു കാര്യം പറയട്ടെ, ഇവിടെ ശ്രദ്ധിക്കൂ. നാരായണീയത്തിൽ ഭട്ടതിരിപ്പാട് ഇത് എഴുതി വെച്ചതാണ് അല്ലേ? എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊരു നാരായണീയം അല്ല, ഭട്ടതിരിപ്പാട് എഴുതി വെച്ചതുമല്ല. പിന്നെ എൻ്റെ ജീവിതമാണ്. ഞാൻ ജനിച്ചത് കണ്ണൂർ ഏഴിമലയുടെ താഴ്വാരത്ത് ഒരു വാദ്യാർ ഇല്ലത്താണ്. ദാരിദ്ര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പൂർണ്ണ ദാരിദ്ര്യം, 100 ഔട്ട് ഓഫ് 100. കഴിക്കാൻ
അയ്യപ്പസ്വാമി അല്ലാണ്ട് രണ്ടാമതൊരു സംഭവം ഇല്ല. എൻ്റെ അച്ഛൻ നിങ്ങൾക്കെല്ലാവർക്കും അറിയാം, മുൻ ശബരിമല മേശാന്തിയും കൃഷ്ണ യജുർവേദ പണ്ഡിതനും ഭാഗവതോത്തമനും ഭഗവത്ഗീത ആചാര്യനുമാണ്. അപ്പോൾ ആ ഗ്രാമത്തിൽ ഈ ഈ ഈ ഏവം ദുർലഭ്യ വസ്തു, വളരെ ദുർലഭമായ ദാരിദ്ര്യത്തിൽ ഒന്നുമില്ലായ്മയിൽ നിന്നും ജനിച്ച് അദ്ദേഹം ഈ ഗുരുവായൂരപ്പ വാചാധിയാവാ ഭജതി, നാവ് കൊണ്ട് നാമം ചൊല്ലുകയും ബുദ്ധിയിൽ ധ്യാനിക്കുകയും ഭജിക്കുകയും ചെയ്തതുകൊണ്ട് ഹസ്താബ്ദേ കൈപ്പടിക്കുള്ളിലെല്ലാം അദ്ദേഹം ഒതുക്കി 6 മക്കളെ ഏറ്റവും നല്ല രീതിയിൽ ജീവിതത്തിൽ ഉയർത്തി അദ്ദേഹം പടിപടിയായി ഈ ഗുരുവായൂരപ്പ ഭജനം കൊണ്ട് വളർന്ന് ശബരിമല മേൽശാന്തിയായി ജീവിതത്തിൽ കുചേലനിൽ നിന്നും കുബേരനിലേക്ക് ഗുരുവായൂരപ്പ സ്വാമി കൈപിടിച്ചുയർത്തുന്നുള്ളത് എത്ര സത്യമാണ്. ഈ നാരായണി എത്ര സത്യമാണ്. ഒന്നിത് ജസ്റ്റ് മനസ്സിലാക്കിക്കുക. അപ്പോൾ ഹസ്താബ്ദേ, എല്ലാം ജീവിതത്തിൽ ഇമ്പോസിബിൾ ആയതൊക്കെ നമുക്ക് കയ്യിൽ ഒതുക്കാം. ഈ പേന ഈ കയ്യിൽ ഒതുക്കിയതുപോലെ എല്ലാം നേടാൻ പറ്റും. നമ്മളെ കയ്യിൽ ഇപ്പം എന്താ ഉള്ളത്? മൊബൈല്. ഈ മൊബൈല് കയ്യിൽ ഒതുക്കി എന്ന് പറഞ്ഞാൽ അതിനകത്ത് എന്താണ്? എന്തും നേടാം. അതുവഴി സൊമാറ്റോയിൽ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഭക്ഷണം കിട്ടും. എന്തൊക്കെ വേണം അതൊക്കെ ഗേറ്റിൽ കൊണ്ടെത്തിക്കും. പേയ്മെൻറ്റോ, ഒരാൾക്ക് പേയ്മെൻറ്റ് കൊടുക്കാനുണ്ട്, തിരുമേനി ദക്ഷിണ നമ്മൾ ശരണമയ്യപ്പോ അത് എത്രയായാലും അങ്ങോട്ട് വിട്ടോളൂ, നമ്പർ എത്രയാണ്, ഇത് തന്നെയല്ലേ GPay? അതെ. ഒരു 2 മിനിറ്റ് കഴിഞ്ഞ് നോക്കിയപ്പോൾ വാട്സാപ്പിൽ വന്നിട്ടുണ്ട് 11,100 രൂപ ദക്ഷിണ. ശരണമയ്യപ്പ, സന്തോഷമായി. എന്താണ്? ഏവം ദുർലഭ്യ വസ്തുന്യധിക സുലഭത, ഒക്കെ സുലഭമായി. അപ്പം ഈ കയ്യിൽ മൊബൈൽ ഒതുക്കിയതുപോലെ സർവ സമ്പത്ത് സൗഭാഗ്യങ്ങളും സർവ ആരോഗ്യങ്ങളും നമുക്ക് നേടാം. എക്സാമിനൊക്കെ എഴുതുന്ന കുട്ടികൾക്ക് ഇതൊക്കെ പറഞ്ഞ് ഇതൊക്കെ പഠിച്ച് ശാസ്ത്രീയമായി മനസ്സിലാക്കി കഴിഞ്ഞാൽ എക്സാമിലൊക്കെ പുഷ്പം പോലെ പാസ്സാവാം. നമ്മൾ ഈ വിവാഹത്തിന് ഇങ്ങനെ കൈ പിടിക്കുന്നൊരു രംഗമുണ്ട്. ഇതിനാണ് പാണിഗ്രഹണം എന്ന് പറയും. എന്താണ് പാണിഗ്രഹണം? അപ്പോൾ ആ സ്ത്രീയുടെ കൈ നാം പിടിക്കുന്നതോടുകൂടി നമ്മൾ ജീവിതത്തിൽ ദുർലഭമായിട്ടുള്ള എല്ലാ ദുഃഖല്ല കേട്ടോ, എല്ലാ സന്തോഷങ്ങളും നമുക്ക് ഹസ്തലബ്ധേ കൈക്കുള്ളിൽ ഒതുക്കാം, കൈപ്പടിയിൽ ഒതുക്കാം. കാരണം മസിൽ പവറുള്ള പുരുഷനും മനഃശക്തിയുള്ള സ്ത്രീയും ചേരുമ്പോഴേക്കും അവിടെ ഒരു അത്ഭുതമുണ്ടാകും. അപ്പോൾ അതാണ് ഈ പാണിഗ്രഹണം എന്ന് വിവാഹത്തിന് പറയുന്നത്. അപ്പോൾ ദാമ്പത്യം അതിമനോഹരമായി ആനന്ദപ്രദമാക്കി മാറ്റാം ഗുരുവായൂരപ്പ ഭജനത്തിലൂടെ. കാരണം ഗുരുവായൂരപ്പനെ അറിയാം എങ്ങനെയാണ് ദാമ്പത്യം കൈകാര്യം ചെയ്യേണ്ടതെന്ന്. കാരണം മഹാഗ്രഹസ്ഥനാണ്, 16,008 ഭാര്യമാരാണ്. നമ്മൾ ഈ ഒന്നിനെ തന്നെ സഹിക്കാൻ പെടുന്ന പാട് നമുക്കേ അറിയുള്ളൂ. ഇത് 16,008 ഭാര്യയുടെ മഹാഗ്രഹസ്ഥനാണ്. അപ്പം നമ്മളെ ഇയാൾ പറയുന്നുണ്ട്, ആര്? നമ്മുടെ കുചേലൻ പറയുന്നുണ്ട് അവിടെ ഇങ്ങോട്ട് വരുമ്പോൾ, അയം ഹി പരമോലാഭ ഉത്തമ ശ്ലോക ദർശന, ഞാൻ ഈ ഭാര്യയാകുന്ന സൗഭാഗ്യം കൊണ്ട് എൻ്റെ ജീവിതം മുഴുവൻ എനിക്ക് സംഗീതമായ ലാഭമായി മാറി. കാരണം ഗുരുവായൂരപ്പനെ പോയി ഭജിക്കാൻ പറഞ്ഞു കൊടുത്ത ആരാണ്? ഭാര്യ. അപ്പോൾ കുചേലൻ്റെ ഭാര്യമാരെ പോലെ നിങ്ങൾ ഓരോരുത്തരും ഉയരണം. എങ്ങനെ? ഭർത്താവിന് നല്ല മാർഗങ്ങൾ കാണിച്ചു കൊടുത്തുകൊണ്ട് നാരായണ 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 നാമ ജപശക്തി ഭക്തിയാക്കി മാറ്റി അത് മനഃശക്തിയാക്കി കൊണ്ടു നടക്കണം. അപ്പോഴോ പെരുമാറ്റത്തിൽ ഒരു മാറ്റം, പെരുമാറ്റത്തിൽ അടിമുടി ഒരു സ്നേഹാധിഷ്ഠിതം. അപ്പോൾ നമ്മൾ ഭർത്താവിനോട് നല്ല രീതിയിൽ പെരുമാറും, അച്ഛനോടും അമ്മയോടും നല്ല രീതിയിൽ പെരുമാറും, നമ്മളെ ഭാര്യ നമ്മളോട് നല്ല രീതിയിൽ പെരുമാറിയാൽ നമ്മളും നല്ല രീതിയിൽ പെരുമാറും, നമ്മളെ മക്കളോടൊരു നല്ല രീതിയിലുള്ള പെരുമാറ്റം, സമൂഹത്തിലെല്ലാവരോടും നല്ല രീതിയിൽ ഒരു പെരുമാറ്റം. അതിന് നമ്മളാദ്യം അടിമുടി പരിവർത്തനം വരുത്തണം. ഉറങ്ങി എഴുന്നേറ്റ ഉടനെ തന്നെ നമ്മൾ ചൊല്ലണം
അടുക്കളയിലേക്കൊക്കെ പ്രവേശിക്കുന്നതിന് മുന്നേ അടുക്കളയുടെ തൊട്ട് മുന്നേ തൊഴുതുകൊണ്ടിരിക്കണം. ആഹുശ്ചതേ നളിനനാഭപദാരവിന്ദൈ യോഗേശ്വരൈ ഹൃദി വിചിന്ത മഖാദബോധൈ സംസാരദുഃഖ പതിതോത്തരണാവലംബം ഗേഹാഞ്ജുഷാമപി മനസ്സുദീയതാ സദാ. ഗോപികാഗീതത്തിൽ ഗോപികമാർ ഗുരുവായൂരപ്പനോട് ചൊല്ലുകയാണ്, ആഹുശ്ചതേ നളിനനഭ, ഹേ ഗുരുവായൂരപ്പ, എൻ്റെ ബോധമായി എൻ്റെ കുടുംബത്തിൽ നിലനിൽക്കണമേ, എൻ്റെ ബോധമായി എൻ്റെ കുടുംബ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണണമേ, എൻ്റെ ജീവൻ്റെ ജീവനായി എന്നിൽ എപ്പോഴും നിലനിന്ന് എനിക്ക് മനോബലം നൽകണമേ, എപ്പോഴും ഗുരുവായൂരപ്പ എനിക്ക് ആരോഗ്യവും ആയുസ്സും കാത്തുരക്ഷിക്കണമേ. ഇതാണ് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം. ഈ ഒരു മന്ത്രം എല്ലാ ദിവസവും നമ്മൾ അടുക്കളയിൽ കയറുന്നതിന് മുന്നേ ചൊല്ലിയിട്ട് രാവിലെ അങ്ങനെ തുടങ്ങുകയാണെങ്കിൽ ജീവിതം ഫസ്റ്റ് ക്ലാസ് ആവും. ശ്രീകൃഷ്ണ ചരണം ഭോജം ഭജേ ദുഃഖം ഗമിഷ്യതി. ദുഃഖം മുഴുവൻ അങ്ങോട്ട് പമ്പ കിടക്കും. ഇത് ചെയ്താൽ മതി, ശ്രീകൃഷ്ണ ചരണം ഭോജം, ശ്രീകൃഷ്ണ ഭജനം നടത്തിയാൽ മതി. എൻ്റെ അമ്മയ്ക്കിത് സാധിച്ചു, എൻ്റെ അമ്മയ്ക്കിത് സാധിച്ചു, എൻ്റെ അമ്മയ്ക്കിത് സാധിച്ചു, എൻ്റെ അച്ഛനിത് സാധിച്ചു, എനിക്കിത് സാധിക്കുന്നുണ്ട്, എൻ്റെ ഭാര്യയും എൻ്റെ സഹോദരിമാരും ഇതിനു വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങളും ഇതുപോലെ ഉയരണം, ഇതുപോലെ വളരണം. അങ്ങനെ നല്ല ഒരു സന്തോഷപ്രദമായ ജീവിതം നാരായണീയ പഠനത്തിലൂടെയും, നമ്മളൊക്കെ നാരായണീയം പഠിക്കുന്ന ആളാണ്, ഗുരുവായൂരപ്പ ഭജനത്തിലൂടെയും സാധിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് സ്വാമീ ശരണമയ്യ.